ഹായ്. 2 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നത് വളരെ ഭയാനകമായ ഒരു ന്യൂസാണ്. ആക്ച്വലി ഒരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ കേൾക്കുന്നത്. ഫസ്റ്റിങ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ആ അമ്മ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അമ്മയെ ആ വീട്ടുകാർ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ കുറേ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി. ഒന്നാമത് ആ അമ്മയെ കുറ്റപ്പെടുത്തുന്ന പലരും പറയുന്നൊരു കാര്യമുണ്ട്, ബന്ധുക്കൾ നന്നായി നോക്കുന്നുണ്ട്, ബന്ധുക്കളുടെ കയ്യിൽ ആ കുഞ്ഞ് വളരെ ഭദ്രമാണ്, നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്ന്. അതിൽ മെയിനായിട്ടുള്ളത് ആ കൊച്ചച്ഛൻ തന്നെയായിരുന്നു. ഈ ന്യൂസ് പിടിക്കുന്ന സമയത്ത് അച്ഛൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇയാൾ അച്ഛൻ്റെ കഴുത്തിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ചപ്പ എന്താ ഇപ്പോൾ അവന് അത്രയും പ്രയാസം സഹിക്കാൻ വയ്യാന്ന്. 1 വർഷമായിട്ട് 10ലേറെ തവണ ആ കുട്ടിയെ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇവൻ. ആ കുഞ്ഞ് ജീവിച്ചിരുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാര്യം മനസ്സിലാക്കിയ അമ്മയ്ക്ക് തിരുത്താൻ കഴിയാത്ത അത്രയും വണ്ണം അത് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ആരോട് പറയും, എന്ത് പറയും, ആര് വിശ്വസിക്കും, ആരും വിശ്വസിക്കത്തില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്, വേറെ വഴിയില്ലാതെ ആ അമ്മ അത് ചെയ്തിട്ടുള്ളത്. അതാണോ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോധ നിലവാരത്തിൽ അതായിരിക്കും അവർക്ക് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഓരോ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ചിന്താധാരയുള്ളവരാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുന്നു എന്ന് പറയുന്നതിനോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. ഒരു ആക്സിഡൻറ്റിൽ കുട്ടി മരിച്ചു എന്നത് നമുക്ക് കുറേ കൂടെയൊക്കെ നമ്മുടെ കുഞ്ഞിന് എത്ര ആയുസേ ഉള്ളോളം തോന്നും. അതേസമയം നമ്മുടെ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ച ഒരാൾ കൊന്നു കളയുന്നു എന്ന് പറയുന്നത് ഭയങ്കര പെയിൻ തരുന്നൊരു കാര്യമാണ്. ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പെൺമക്കളുടെ അമ്മമാർ വളരെ വേദനിക്കുന്ന ഒരു കാര്യമാണ്. ഏത് നിമിഷവും നമ്മുടെ കുഞ്ഞ് അപകടത്തിലാണ്. നമുക്ക് ഒരു പെൺകുഞ്ഞുണ്ടാകുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന പെയിൻ ആ അമ്മയോട് ചോദിച്ചാൽ മനസ്സിലാവും. കരുതലോടെ അത്രയും സംരക്ഷിച്ച് മാത്രമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എവിടുന്നും ആക്രമണം ഉണ്ടാകും. ഈ പണ്ടത്തെ ദൈവങ്ങളുടെ കഥയൊക്കെ വായിച്ചിട്ടില്ല. അതിനകത്ത് പോലും ഞാനൊരു ഇന്ദ്രൻ്റെ കഥ പറയില്ല. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മുഴുക്ക യോനി ഇട്ട് കൊടുക്കുകയാണ്. ആ യോനി കൊണ്ട് അയാൾ കാട്ടിലേക്ക് ഓടി ഒളിക്കുകയാണ്. ശരീരം മുഴുക്ക യോനി എന്ന് പറയുന്നത് ഒരു ബീവത്സ രൂപമാണ്. അതിനെപ്പോലും, അതായത് വേദഗ്രന്ഥങ്ങളിൽ പോലും ഈ ഒരു യോനി എന്ന സംഭവത്തിനെ വെറുതെ വിടാത്ത മനുഷ്യരാണുള്ളത് എന്നുള്ളതാണ് വസ്തുത. മൃഗങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. 2 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കാമം തോന്നുന്നവന്മാരെ എന്താ പറയുക, വിവാഹം കഴിക്കാത്ത കൊച്ചച്ചന്മാരെ കൂടെ നിർത്തി അവന്മാരെ കയ്യിൽ അളവിന് മീതെ കുട്ടിയെ കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ബന്ധമാണ് വലുതെന്ന് കണക്കാക്കുന്നത്. ഒരു ബന്ധങ്ങളും ഒരു സമയം കഴിയുമ്പോൾ, ഒരു പരിധി കഴിയുമ്പോൾ മറ്റൊരു തോന്നലിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന് ചിന്തിക്കുക. ക്രൂവലായിരിക്കാം. നമ്മുടെ മനസ്സിൽ ആ ക്രൂര ചിന്ത വന്നാൽ മാത്രമേ നമ്മുടെ പെൺമക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടാതിരിക്കുകയുള്ളൂ. അമ്മ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആ അമ്മയുടെ മനോവൈകല്യത്തിൽ ആ അമ്മയ്ക്ക് അത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം തുടർന്നും ഈ കുട്ടി ഇത് തന്നെ അവഹേളിക്കപ്പെടും. ഇനി ജീവിച്ചിരിക്കുന്നിടം വരെ ആ കുട്ടി ഇത് കേൾക്കേണ്ടിയും വരും. അതിൻ്റെ സർവത്ര സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പീഡിപ്പിക്കപ്പെട്ട, ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ പിന്നെ സമൂഹത്തിന് കിട്ടുന്ന വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത്രയും ക്രൗഡഡായ ഒരിടത്ത് ആ പെൺകുട്ടിക്ക് മുൻപോട്ട് മറ്റൊരു ജീവിതം ഇല്ല എന്ന് തെറ്റിദ്ധരിച്ച അമ്മ ചെയ്താവാനേ വഴിയുള്ളൂ. ഇനി അമ്മയുടെ കാമുകനാണോ എന്ന് അയാൾക്ക് അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ പൊടി കുട്ടിയിലേക്ക് അയാൾ അത് പോകത്തില്ല. ആ നിമിഷത്തെ അവൻ്റെ ഒരു 5 മിനിറ്റോ 5 സെക്കൻഡിലോ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ പൊടി കുഞ്ഞിനോട് അവൻ കാണിച്ച ആ വൃത്തികേടുണ്ടല്ലോ. ഇവനൊന്നും പോക്സോ ക്രൈമിലല്ല അറസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അറസ്റ്റ് ചെയ്യരുത് പൊതുസമൂഹം. ആ അമ്മ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പലരും പല രീതിയിൽ വളരെ മോശമായി അമ്മയെ അവഹേളിക്കുന്നത് കണ്ടിരുന്നു. ഞാൻ ആ അമ്മയ്ക്കൊപ്പമാണ്. കൊലപാതകയ്ക്കൊപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നിയൊരു കാര്യമാണ്. അമ്മ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതൊരു ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയായിരുന്നു. അവർക്കതല്ല വേറെ സൊല്യൂഷൻ എന്താണ്? തലേ ദിവസവും പീഡിപ്പിക്കപ്പെട്ട വിവരം അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ബോധം പോയിട്ടുണ്ടാകും. ഇനിയും മകളെ ഇങ്ങനെ അവൻ പീഡിപ്പിക്കുന്നതിൽ നിന്ന് അതിനെ കൊന്നുകളയുന്നതാണ് നല്ലതെന്ന് അതിന് തോന്നിയിട്ടുണ്ടാകും. അതായിരിക്കും അവരങ്ങനെ ചെയ്തത്. ആഹാരം കഴിച്ചത് അവർ ചെയ്ത തെറ്റാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. അവരവരുടെ മകളെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ടാവും. ചില മരണങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ചില കൊലപാതകങ്ങൾ അങ്ങനെയാണ്. നമ്മളവരെ സേവ് ചെയ്യണം. മേഴ്സി കില്ലിങ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു സംഗതി. കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അച്ഛൻ. അമ്മ എന്തുകൊണ്ടത് ചെയ്യുന്നു? അമ്മയ്ക്ക് എന്തുകൊണ്ട് അവിടെ സ്വസ്ഥത കിട്ടുന്നില്ല? മക്കളെ അധികമായിട്ട് എടുത്തു വെച്ച് ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് പരാതി പറയുന്ന അമ്മ. അവൾക്കത് തുറന്നു പറയാനുള്ള മാനസിക പ്രയാസം ഉണ്ടായിരിക്കാം. ഭർത്താവുമായി നല്ല ബന്ധത്തിലാണെങ്കിൽ അവൾ ഭർത്താവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് പറയാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ടായിരിക്കും. അയാളത് വിശ്വസിക്കാൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും എനിക്കറിയാം. ഒത്തിരി പേരെ അറിയാം. ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒരു 3rd പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഭർത്താവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ കഴിവുള്ള ഒരു 3rd പേഴ്സണെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തായാലും ഇത്രയധികം വേദന സഹിച്ച് അതിനെയും ജീവിക്കുന്നതിൽ നല്ലത് വേദനയില്ലാത്ത ലോകത്തേക്ക് അത് സ്വസ്ഥമായി പോയെങ്കിൽ അത് തന്നെ വലിയ കാര്യമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു വിഷയം കൂടെ പറയാം.
ഇത്രയും ന്യൂസുകൾ വരുന്നു, ഇത്രയധികം പണിഷ്മെൻ്റ് ഉണ്ടെന്ന് അറിയുന്നു, ഇത്രയും ക്രിമിനൽസ് ആണ് ഇത് ചെയ്യുന്നത്, അതിൽ അവരെ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത് എന്താണ് എന്നൊക്കെ വാർത്തകളിൽ കൂടെയൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് പോലും വീണ്ടും ഇത് റിപ്പീറ്റഡ്ലി ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഓരോ കുടുംബങ്ങളിലും കൗൺസിലിംഗ് അനിവാര്യമായൊരു കാര്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേയധികം ബന്ധുക്കളെ അല്ലാതെ തന്നെ ഈ മസ്ജിദുകളിലെ പ്രശ്നങ്ങളും ഉസ്താദന്മാരെയൊക്കെ കൈയോടെ പൊക്കേണ്ട റീസൺ കൗൺസിലിംഗ് ആണ്. അത് ഈ തലങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നുള്ളതാണ്. ഇപ്പം സ്കൂൾ തലങ്ങളിൽ നിന്നല്ല, അംഗനവാടി തലങ്ങളിൽ നിന്ന് തുടങ്ങണം. എന്നാൽ മാത്രമേ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ ക്രൈം തന്നെയാണിത്. ആണും അതെ പെണ്ണും അതെ ഈ രീതി പീഡിപ്പിക്കപ്പെടുന്നവർ ഫ്യൂച്ചർ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുക മാത്രമല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും, എല്ലാ വീടുകളിലും ഉണ്ടാകും. പലരും ഇത് ഒളിച്ചു വയ്ക്കും, മറച്ചു വയ്ക്കും. ഒരു ചെറിയ സമയത്ത് തോന്നുന്ന ഒരുതരം വൃത്തികെട്ട ചിന്താധാര, അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ ഇതുപോലെ കുഞ്ഞുമക്കളിൽ ആഗ്രഹ നിവർത്തീകരണം നടത്തുമ്പോൾ ഏറ്റവും വലിയ ക്രിമിനൽസാണ് അവരെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കുട്ടി മരണപ്പെട്ടത് ആക്സിഡൻറ്റിലാണ്. അതായത് അമ്മ കൊന്നതുകൊണ്ട് ഇവന് പണിഷ്മെൻറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ തൂക്കുശിക്ഷയാണ്. കാരണം നിയമം ഇപ്പോൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 10 വയസ്സിന് അണ്ടറിലുള്ള കുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവനെ തൂക്കിക്കൊല്ലാനാണ് വിധി. പക്ഷേ ഇവനത് കിട്ടത്തില്ല. എന്നാലും മിനിമം ഒരു 50-60 വർഷത്തേക്ക് ഇവൻ പുറത്തിറങ്ങത്തില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അറിയത്തില്ല, പോക്സോ ക്രൈം ആയതുകൊണ്ട് അങ്ങനെ തന്നെ കിട്ടണേ എന്നുള്ളത് ഒരു റിക്വസ്റ്റ്. നിയമമൊക്കെ നോക്കുകുത്തിയാവുന്ന ഒരു അവസരമുണ്ട്. പൊടിമോള് എന്തൊക്കെയോ സന്തോഷങ്ങൾ അനുഭവിക്കേണ്ട, സ്വസ്ഥമായി ജീവിക്കേണ്ട പൊന്നുമോളെ, ഇവനെയൊക്കെ നമുക്ക് കിട്ടണമായിരുന്നു. ഈ കിട്ടിയ വരി ഉടച്ച് വിട്ടുകൊടുക്കണം. എങ്ങനെ തോന്നിയടാ നിനക്ക്? അപാരം, ഒന്നും പറയാനില്ല. ഇപ്പോഴും ചെയ്യുന്നവന്മാരുണ്ട്. ഇപ്പോഴും നമുക്കിടയിൽ ഇതിനേക്കാൾ വലിയ ക്രിമിനൽസുകളുണ്ട്. മക്കളെ എന്തിൻ്റെ പേരിലായാലും മറ്റുള്ളവരുടെ കയ്യിലേൽപ്പിക്കുന്നത് നിർത്തിവെക്കുക. പൊടിമക്കളായിരുന്നാലും വലിയ മക്കളായിരുന്നു. ചേട്ടൻ വരുന്നു, മാമൻ വരുന്നു, മാമനാ അല്ലെങ്കിൽ മച്ചാനാ, കൊച്ചച്ഛനാ എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ പറ്റില്ല എന്ന് തന്നെ പറയുക. അത് ചിലപ്പോൾ നമ്മുടെ അഹങ്കാരമായിട്ട് അവർക്ക് തോന്നിയാലും തോന്നുന്നെങ്കിൽ തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും കൊടുക്കരുത്, അല്ലെങ്കിൽ നമുക്കിതുപോലെ നഷ്ടം വരും. അമ്മയുടെ ഭാഗത്തെ ന്യായം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും. ഞാൻ ആ അമ്മയ്ക്കൊപ്പം തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ മറ്റൊരു അഫെയർ ഉണ്ടെന്ന്. ഉണ്ടെങ്കിൽ ആ സ്ത്രീ തല്ലിയപ്പോഴെങ്കിലും അവനൊരു തിരിച്ചറിവുണ്ടാകണ്ടേ. അവളെ ആ കുട്ടികളെയും കൊണ്ട് അവൾ ഓടി അവളുടെ വീട്ടിലേക്ക് പോകുന്നതിനെ ഈ ശല്യത്തിനെ കൊണ്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് അച്ഛനാണ്. അച്ഛൻ്റെ അടുത്തിരുന്ന് ആ ഡ്രാമ കാണിച്ചത് കാണുമ്പോൾ സത്യം സങ്കടം വരുന്നു. ഒന്നും പറയാനില്ല. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ട് ഓൺ ടൈമിൽ ഞാൻ പ്രതികരിച്ചില്ല എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ വിഷയം പറഞ്ഞില്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ മറ്റൊന്നാണ്. നമ്മൾ കണ്ട ഉടനെ പ്രതികരിക്കുക എന്നല്ലല്ലോ, അതിൻ്റെ കൃത്യത മനസ്സിലാകാതെ ആ അമ്മയെ കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു.